ലോകത്ത് ഏറ്റവും അധികം ആളുകൾ നോമ്പ് തുറക്കാനെത്തിയ ഒരിടമുണ്ട് അബുദാബിയിൽ. അബുദാബി ഗ്രാൻഡ് മോസ്ക്. പല രാജ്യങ്ങളിൽ നിന്നുള്ള 20,000-ലധികം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ നോമ്പ് തുറക്കാൻ എത്തിയത്. വരിവരിയായി ഒരേ മനസ്സോടെ ആയിരക്കണക്കിന് വിശ്വാസികൾ, പല രാജ്യങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന് എത്തിയവർ. അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങൾ അബുദാബിയിലെ മിനാരങ്ങളെ തഴുകുമ്പോൾ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിന്റെ അങ്കണത്തിൽ ഇതുപോലെ വിശ്വാസികളെത്തും. പുണ്യനഗരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം രാജ്യങ്ങളിൽ നിന്നുമുള്ളവർ ഒരുമിച്ച് നോമ്പ് തുറക്കാൻ എത്തുന്നതും ഇവിടെയായിരിക്കും. പല രാജ്യക്കാർ മാത്രമല്ല, പല മതസ്ഥരും ഇക്കൂട്ടത്തിലുണ്ടാകും. സ്നേഹത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും മഹാചിത്രമാണ് ഗ്രാൻഡ് മോസ്കിന് മുന്നിലെ ഈ മഹാ നോമ്പുതുറ. വ്രതാനുഷ്ഠാനത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഇതായിരുന്നു അബുദാബി ഗ്രാൻഡ് മോസ്കിന് മുന്നിലെ കാഴ്ച. ഓരോ ദിവസവും 10,000-കണക്കിന് പേർ ഈ പുണ്യകർമ്മത്തിൽ പങ്കുചേരാനെത്തി. അവസാന 10-ൽ 27-ാം രാവിലാണ് ഏറ്റവും അധികം പേർ എത്തിയത്. അബുദാബിയിലെ താമസക്കാർ മാത്രമായിരുന്നില്ല നോമ്പുതുറയിലെ അതിഥികൾ. UAE-യിലെ എല്ലാ എമിറേറ്റുകളിൽ നിന്നുമുള്ളവർ ഒരു പ്രാർത്ഥന പോലെ ഓരോ ദിവസവും ഇവിടെ എത്തി. സന്ദർശകരായി എത്തിയ സഞ്ചാരികളും നോമ്പുതുറയുടെ വിശുദ്ധിയിൽ പങ്കുചേർന്നു. UAE എമിറേറ്റ്സിലെ 7 എമിറേറ്റ്സിലെയും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പങ്കെടുക്കുകയും ഇവിടെ നോമ്പുതുറയിൽ വന്ന് പങ്കെടുത്ത് സന്തോഷത്തോടെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ പോകുന്ന അവസ്ഥയാണുള്ളത്. അതിനിവിടെ എല്ലാ ഭരണാധികാരികളും എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് വെൽ ഓർഗനൈസ്ഡ് ആണ് ഇവിടെ. ആക്ച്വലി ഇത്രയും രാജ്യത്തിൽ ഉള്ള ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഒരുമിച്ച് ഇങ്ങനെ നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. ഒരുപാട് പേര് ആക്ച്വലി ഇവിടെ വന്ന് നോമ്പ് തുറക്കുന്നുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല എത്ര ആൾക്കാരുണ്ടെന്ന്. ദിവസവും 20,000-ലധികം ഇഫ്താർ കിറ്റുകളാണ് ഇവിടെ വിതരണം ചെയ്തത്. വാരാന്ത്യങ്ങളിൽ അത് 25,000 വരെയാകും. ഇതിനു പുറമെ വ്യവസായ മേഖലയായ ഐക്കാർഡ് ഉൾപ്പെടെ വിവിധ ലേബർ ക്യാമ്പുകളിലും ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. മൊത്തം 40,000-ഓളം ഇഫ്താർ കിറ്റുകളാണ് ഓരോ ദിവസവും വിതരണം ചെയ്തത്. ഇത്രയേറെ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്ത മറ്റൊരിടം ലോകത്ത് തന്നെ അപൂർവമാകും. ഗ്രാൻഡ് മോസ്കിനു ചുറ്റും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും റോഡുകളിലുമെല്ലാം സാഹോദര്യത്തിന്റെ പായ വിരിച്ചായിരുന്നു ഒരുമയുടെ നോമ്പുതുറ. ഇഫ്താറിന്റെ സമയം ദൂരദിക്കുകളിലുള്ളവരെ പരമ്പരാഗത മാതൃകയിൽ പീരങ്കി വെടിമുഴക്കിയാണ് അറിയിച്ചത്. ഈത്തപ്പഴം, ജ്യൂസ്, തൈര്, ആപ്പിൾ, സാലഡ്, ബിരിയാണി ഇങ്ങനെ സമൃദ്ധമായിരുന്നു നോമ്പുതുറയിലെ വിഭവങ്ങൾ. വൈകിട്ട് 6:25-നുള്ള ഇഫ്താറിനായി 4 മണിയോടെ തന്നെ ജനങ്ങളുടെ ഒഴുക്ക് തുടങ്ങും. പ്രാർത്ഥനയോടെ മണിക്കൂറുകളോളം ഓരോരുത്തരും കാത്തിരുന്നു. നോമ്പുതുറയ്ക്ക് ശേഷം മഗ്രിബ് നമസ്കാരം കൂടി നിർവഹിച്ചാണ് പലരും മടങ്ങിയത്. ഒരുപാട് വർഷമായിട്ട് വരുന്നുണ്ട്, ഫാമിലി ആയിട്ടും വരുന്നുണ്ട്, ബാച്ചിലേഴ്സ് ആയിട്ടും വരുന്നുണ്ട്. പല എമിറേറ്റ്സിൽ നിന്നും ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും വന്നു പോകുന്ന ഒരിടമായിട്ട് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളും ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇഫ്താറിന് പങ്കെടുത്ത് അവർ ഇവിടുത്തെ ഭക്ഷണവും കഴിച്ച് നോമ്പുതുറ കഴിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് എല്ലാ ദിവസവും 10,000-കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരിടമായി മാറിയിട്ടിരിക്കുന്നു.